Now the next one is the relation connecting drift velocity and relaxation time. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ആവറേജ് വെലോസിറ്റിയാണ്. റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് രണ്ട് കൊളീഷന് ഇടയിലുണ്ടാകുന്ന ആവറേജ് ടൈം ഇൻ്റർവെല്ലാണ്, ഓവറോൾ ആവറേജ് ടൈം ഇൻ്റർവെല്ലാണ്. സോ ഒരു ഇലക്ട്രോൺ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ, അതായത് ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സ്മോൾ ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ. ഹൗ ഡു യു ഗെറ്റ് ദാറ്റ്? ക്യു ഇ ആണ് എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ക്യു എന്ന് പറയുന്നത് ചാർജാണ്, ഇലക്ട്രോൺ ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സ്മോൾ ഇ. സോ എക്സ്പീരിയൻസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്മോൾ ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ. ബട്ട് ന്യൂട്ടൺസ് ലോ അനുസരിച്ച് ഫോഴ്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു എ ആണ്. സോ വി ക്യാൻ ഇക്വേറ്റ് ദീസ് ടു ഇക്വേഷൻസ് ഓർ ആക്സിലറേഷൻ അറ്റൈൻഡ് ബൈ ദ ഇലക്ട്രോൺ ക്യാൻ ബി റിട്ടൺ ആസ് സ്മോൾ ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ ബൈ എം. എന്തിനാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇടുന്നത്? എപ്പോഴും ആ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്തും ദർ ഈസ് എ റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ, അതുകൊണ്ടാണ്. നൗ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒത്തിരി ഇലക്ട്രോൺസ് ഉണ്ട്, അവരുടെ എല്ലാം വെലോസിറ്റി നമുക്കറിയാം, V1 V2 V3 ലൈക്ക് ദാറ്റ്. ആൻഡ് ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുന്നതിന് മുൻപായിട്ട് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് റെഡ്യൂസ് ടു 0. അതായത് ഒരു പ്രിഫറൻഷ്യൽ ഡയറക്ഷൻ ഇല്ല, തോന്നിയ വഴിക്കെല്ലാം കൊളൈഡ് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് ദ ആവറേജ് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്, സം ഡിവൈഡഡ് ബൈ നമ്പർ. V1 എന്ന് പറയുന്ന ആദ്യത്തെ ഇലക്ട്രോണിൻ്റെ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി U പ്ലസ് എ ഇൻറ്റു ടി എന്ന് നമുക്ക് എഴുതാം. ഇതിൽ ഇനീഷ്യൽ വെലോസിറ്റിയായ U 0 ആണ്, അഥവാ V1 എന്ന് പറയുന്നത് എ ഇൻറ്റു T1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V1 പ്ലസ് V2 അപ് ടു Vn എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, U പ്ലസ് എ ഇൻറ്റു T1 പ്ലസ് എ ഇൻറ്റു T2 പ്ലസ് എ ഇൻറ്റു T3 പ്ലസ് അങ്ങനെ നമുക്ക് എഴുതാം. അതിൽ നിന്ന് കോമൺ ഫാക്ടറായിട്ട് ആക്സിലറേഷൻ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ we can get like velocity equal to a into T1 plus T2 by Tn divided by n. അങ്ങനെ എന്നിട്ട് നമ്മൾ ആക്സിലറേഷന് വേണ്ടി സ്മോൾ ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ ബൈ എം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആവറേജ് ടൈം എന്ന് പറയുന്നതാണല്ലോ ടോ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ആവറേജ് ടൈം എന്ന് പറയുന്നത് T1 പ്ലസ് T2 പ്ലസ് Tn ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് ദിസ് ഇസ് ആൻ ആവറേജ് ഫോർ ടൈം. സോ വി ക്യാൻ റൈറ്റ് ആവറേജ് ആസ് ടോ. സോ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കായിട്ട് എങ്ങനെ കിട്ടി? ഇ ബൈ എം ഇൻറ്റു ടോ. സോ ദാറ്റ് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. Now the next one is drift velocityയും കറൻറ്റും തമ്മിലുള്ള റിലേഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Here you are considering a conductor of L length and you are giving an electric field using this cell. So current is flowing, I that is flowing, and electrons are flowing like this. So when the electrons are flowing, you can see inside the conductor electrons are flowing from negative to positive, outside circuit കൂടി from positive to negative. അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഒരു എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും N ലെങ്ത്തുമുള്ള കണ്ടക്ടറിൽ we have capital N number of free electrons. കണ്ടക്ടറിൽ ഉണ്ടാകുന്ന മൊത്തം ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ക്യാപിറ്റൽ N ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് നമുക്ക് സ്മോൾ n ആയിട്ട് എടുക്കാം, അഥവാ സ്മോൾ n ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ L. കീപ് ഇറ്റ് ഇൻ മൈൻഡ്, ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് സ്മോൾ n, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ N. സോ total number of electrons over the throughout the volume എന്ന് പറയുന്നത് സ്മോൾ n ഇൻറ്റു വോളിയം നമുക്ക് എടുക്കാം. മനസ്സിലായോ? സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു ടോട്ടൽ വോളിയം വിൽ ബി ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നൗ ക്വാണ്ടൈസേഷൻ റൂൾ അനുസരിച്ച് total charge is equal to n into e. So total number of electrons capital N ന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? NaL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം into e. So that is the total charge. Now from this we can find out what is current I. I is equal to Q by T. Q എന്താണെന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, AL into E divided by T.
ടൈമിന് വേണ്ടി നമ്മളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അക്രോസ് ദ കണ്ടക്ടർ മൂവ് ചെയ്യാൻ ഇലക്ട്രോൺ എടുക്കുന്ന ടൈം ടി ആണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എൽ ഡിവൈഡഡ് ബൈ ടൈം ഈക്വൽ ടു ദ വെലോസിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഇക്വേഷൻ ഫോർ ടൈം ആസ് എൽ ബൈ വി ഡി. അതാണ് ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നത്. നൗ ഓൺ റൈറ്റിംഗ് ഈ ഡി എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റ് ആണ് കേട്ടോ. സോ ദിസ് വാല്യൂ വി ഡി ഈസ് സബ്സ്ക്രിപ്റ്റ് ഓർ I equal to NAE VD. Expression for or relation connecting current and drift velocity I equal to NAE VD. ഇനി നമുക്ക് നേരത്തെ പഠിച്ച കറണ്ട് ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ കറണ്ട് ഇസ് ഈക്വൽ ടു I/A. I എന്ന് പറയുന്നത് NAE VD divided by A. So here there is VD. A and A will get cancelled. It becomes NEVD. NEVD. Got it? അപ്പോൾ ഇത് ഈ ഇക്വേഷൻസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നൗ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. E by m into τ. ആ ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ യു ആർ ഹാവിങ് NE² E⁻ by m. അപ്പോൾ ഇതെല്ലാം പല റിലേഷൻസ് വേറൊന്നിനുമല്ല, പ്രോബ്ലത്തിന് വേണ്ടി നമുക്ക് ആവശ്യങ്ങൾ വരും. ഇനി നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു ഇക്വേഷൻ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. കറണ്ട് ഡെൻസിറ്റി J ഈക്വൽ ടു സിഗ്മ ടൈംസ് ഇ. സിഗ്മ ടൈംസ് ഇ എന്ന് പറയുന്നത്. സോ ലൈക്ക് ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജെയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇ ഇൻറ്റു ജെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സിഗ്മ ഇസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഈക്വൽ ടു NE² τ by m. അപ്പോൾ ഇതെല്ലാം ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ തന്നെ എഴുതി നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് കേട്ടോ. നൗ അനദർ ടേം ഈസ് ദർ ഓൾസോ മൊബിലിറ്റി മ്യൂ. മൊബിലിറ്റി മ്യൂ എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഒരു റേഷ്യോയാണ് VD ഡിവൈഡഡ് ബൈ ഇ. വി ഡിക്ക് നമ്മൾ ഇക്വേഷൻ കൊടുത്തു E⁻ by m ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ്. സോ ഇറ്റ് ബിക്കംസ് E⁻ by m. ഇക്വേഷൻ ഈസ് ബിക്കമിങ് E⁻ by m. E ആൻഡ് E ക്യാൻസൽ ചെയ്ത് പോകും. നൗ ഓംസ് ലോ നമ്മൾ പഠിച്ചായിരുന്നു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്നതാണ് ഓമിക് കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓമിക് കണ്ടക്ടർ എന്ന് പറയുന്നത് ഓംസ് ലോ അനുസരിക്കുന്ന കണ്ടക്ടറുകളെ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. അഥവാ നമ്മളൊരു VI ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ V പൊട്ടൻഷ്യൽ, V വോൾട്ട്, I ആംപിയർ, അതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചാൽ V ഈക്വൽ ടു IR എന്ന് പറയുന്ന ഒരു ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. അതേസമയം ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സിനെ നമുക്ക് വിളിക്കാം നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന്. അപ്പം അങ്ങനെ വരുമ്പം എന്തായിരിക്കും, നോൺ ഓമിക് കണ്ടക്ടേഴ്സിൻ്റെ VI ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, ഇതേപോലെ ഒരു പാരാബോളിക് ഷേപ്പ് ആയിരിക്കും. അങ്ങനെയുള്ള ഒത്തിരി നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ഉണ്ട്. അതിൽ പെട്ടതാണ് ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ് എക്സെട്ര. ദിസ് ഇസ് ട്രാൻസിസ്റ്റേഴ്സ്. Now the next one is limitations of Ohm's law. നമ്മളെല്ലാവരും ഓംസ് ലോ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി എന്തുമാത്രമുണ്ട്. ഓംസ് ലോ എന്ന് പറയുന്നത് നമുക്കതൊരു യൂണിവേഴ്സൽ ലോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഡയോഡും ട്രാൻസിസ്റ്ററും ഒന്നും അത് ഒബേ ചെയ്യുന്നില്ല. ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഇല്ല. ഡയോഡിലുള്ള വോൾട്ടേജ് കറണ്ട് റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതേപോലത്തെയാണ്. ട്രാൻസിസ്റ്ററിൻ്റെ കേസിലാണെങ്കിലും കിട്ടുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓംസ് ലോ ഒരു യൂണിവേഴ്സൽ ലോയാണെന്ന് പറയാൻ പറ്റില്ല. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കറൻറ്റിന് പ്രൊപ്പോർഷണൽ അല്ല. അതുകൂടാതെ തന്നെ there will be more than one value of voltage for same current. ഒരേ കറൻറ്റിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വോൾട്ടേജസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടും. ഗ്രാഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഒരേ വാല്യൂ ഓഫ് വോൾട്ടേജിന് മോർ ദാൻ വൺ വാല്യൂ ഓഫ് വോൾട്ടേജ് ഉണ്ടാകും ഒരേ വാല്യൂ ഓഫ് കറൻറ്റിന്. Now the next one is resistivity. Resistivity എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അറിയാം. It is the resistance of a conductor of unit length and unit area of cross section. ഒരു കണ്ടക്ടറിനെ സംബന്ധിച്ച് റെസിസ്റ്റിവിറ്റി വളരെ കുറവായിരിക്കണം. അതുകൊണ്ടാണ് 10⁻⁻8 തുടങ്ങി 10⁻⁻6 ഓം മീറ്റർ വരെയാണ് അതിൻ്റെ റേഞ്ച്. സാധാരണയായിട്ട് റെസിസ്റ്റേഴ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യാറുള്ളത് കാർബൺ റെസിസ്റ്റേഴ്സാണ്.
കാർബൺ റെസിസ്റ്റേഴ്സാണ് നമ്മൾ സർക്യൂട്ടുകളിലും ഇപ്പം നമ്മുടെ ലാബിൽ തന്നെയാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ റെസിസ്റ്റേഴ്സ്, അതായത് ആ ഹൈ റേഞ്ച് റെസിസ്റ്റേഴ്സ്. അപ്പോൾ കാർബൺ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നോർമലി ഹൈ റേഞ്ച് റെസിസ്റ്റേഴ്സാണ്. അതങ്ങനെ കോമൺലി യൂസ് ചെയ്യാൻ കാരണം വലിപ്പം വളരെ കുറവാണ്, അധികം എക്സ്പെൻസീവ് ഇല്ല. വേറെ ഒരു തരം റെസിസ്റ്റർ എന്ന് പറയുന്നതാണ് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ്, അതായത് വലിയ ലെങ്തി വയേഴ്സ് ആയിട്ടുള്ള റെസിസ്റ്ററുകൾ. അതെല്ലാം സാധാരണ ഉണ്ടാകാറുള്ളത് നിക്രോം, മാംഗാനിൻ, കോൺസ്റ്റൻ്റ് ആൻഡ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ലാബിൽ തന്നെ വയർ കണ്ടക്ടേഴ്സായിട്ട് റെസിസ്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഈ കോൺസ്റ്റൻ്റ് ആൻഡ് മെറ്റീരിയലോ മാംഗാനിൻ മെറ്റീരിയലൊക്കെയാണ്. ഇനി ഇതുപോലെ തന്നെയുള്ള റെസിസ്റ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇമേർഷൻ ഹീറ്ററിൽ വെള്ളം ചൂടാക്കാൻ ബക്കറ്റിലിട്ട് വയ്ക്കുന്ന ഒരു കോയിൽ കണ്ടു കാണില്ലേ. ആ കോയിൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ എ റെസിസ്റ്റർ. അപ്പം അങ്ങനെയുള്ള കേസുകളിലുമെല്ലാം നമ്മൾ യൂസ് ചെയ്യാറുള്ളത് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സാണ്. ആ റെസിസ്റ്റൻസ് അതിൻ്റെ പ്രത്യേകത, വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ആക്കുന്ന മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് ഹൈ റെസിസ്റ്റിവിറ്റി. സാധാരണ കോപ്പറാണ് കണക്റ്റിംഗ് വയറുകളായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ ലോ റെസിസ്റ്റിവിറ്റി കാരണം ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കാറുള്ളത് നിക്രോമാണ്, അതിൻ്റെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് കാരണം, അതുകൂടാതെ ഹൈ റെസിസ്റ്റിവിറ്റി കാരണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കളർ കോഡ് ഫോർ റെസിസ്റ്റേഴ്സ്. അപ്പോൾ സാധാരണ നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയ കാർബൺ റെസിസ്റ്ററിൻ്റെ ഒരു ഷേപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാർബൺ റെസിസ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കുറേ കളർ ബാൻഡ്സ് കാണും. ആ കളർ ബാൻഡുകൾ ദാറ്റ് ഈസ് ഗിവിങ് യു സം സൈൻ, അതായത് നമുക്ക് ചില സൂചനകളാണ് ആ തരുന്നത്. അത് ഡീകോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ടേബിളാണ് ഈ തന്നിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചു കാണും. അതായത് 0 to 9 ഉള്ള 10 വാല്യൂസ് ഉള്ള കുറേ കളേഴ്സാണ് ഈ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ അറേ ഇപ്പോൾ ബ്ലാക്ക് കളറാണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആണ്, ഓറഞ്ച് ആണെങ്കിൽ അത് 3 ആയിരിക്കും, വയലറ്റ് ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി 7. നൗ ഹൗ വിൽ യു ഡീകോഡ് ഇറ്റ്? അപ്പം നമുക്ക് നോക്കാം. ഇതൊരു എക്സാമ്പിളാണ്. അതിൻ്റെ ഒരെൻഡിൽ 2 റെഡ് പിന്നെ ഒരു ബ്ലാക്ക്, ദെൻ യു ആർ ഹാവിങ് എ ഗോൾഡ്, യെല്ലോ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു ഗോൾഡ് റിങ്. സോ ഫസ്റ്റ് ഡിജിറ്റ് റെഡാണ്. So red in the value is 2, so it is 2. Again it is coming red, so again it is 2. Now there is 1. ഈ തേർഡ് ബാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓർ പവർ ഓഫ് 10. 1 ആയതുകൊണ്ട് യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് 10⁻⁴. മനസ്സിലായോ? സോറി, ബ്ലാക്ക് ആയതുകൊണ്ട് 0 ആണ്, സോ 10⁻⁴. 10⁻⁴, ദാറ്റ് ഈസ് 1. മനസ്സിലായല്ലോ? ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് ഡിജിറ്റ് 0 ആണ്, അഥവാ മൾട്ടിപ്ലയർ. അപ്പോൾ 10⁻⁴ വരും, ഓർ ഇറ്റ് ഈസ് 1, സോ ദാറ്റ് ഈസ് 1. സോ വി ക്യാൻ ഡീകോഡ് ഇറ്റ് ആസ് 22 × 1, അതായത് ദാറ്റ് ഈസ് 22 ohms. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്ര വരും? 22 ohms. പിന്നെ ഇവിടെയുള്ള ഗോൾഡിൻ്റെ ആ ഒരു റിങ്, ആ ഒരു ബാൻഡ്, അതിനെ നമ്മൾ വിളിക്കുന്നത് ടോളറൻസ് ബാൻഡാണ്. 5 ആണ് ഗോൾഡിൻ്റെ ടോളറൻസ് ബാൻഡിൻ്റെ വാല്യൂ. അതായത് ദ റെസിസ്റ്റൻസ് ക്യാൻ വേരി ±5% ഫ്രം ദിസ് വാല്യൂ. ഒരു ഗോൾഡ് റിങ് കാണിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മാറുന്നത് കൊണ്ട് ഈ റെസിസ്റ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ഹീറ്റ് ആകുമ്പം അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ മാറാം. എത്ര കണ്ട് മാറാം? ഇറ്റ് ക്യാൻ ചേഞ്ച് ടു 5%. അതാണ് ആ കാണിച്ചിരിക്കുന്നത്. ടോളറൻസ് റിങ് കാണിച്ചിരിക്കുന്നത് അതാണ്. സോ ദാറ്റ് ഈസ് ദ കോഡിംഗ് ഓഫ് carbon resistors. Thank you.